സോ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നീറ്റ് സുവോളജിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. നമ്മുടെ ടോട്ടൽ നീറ്റ് സുവോളജിയിൽ 50 ക്വസ്റ്റ്യൻസിൽ ഔട്ട് ഓഫ് 10 ക്വസ്റ്റ്യൻസ് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച വർഷങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം 2022 ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. സോ ആ ഒരു 7 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള നീറ്റ് 2022 7 ക്വസ്റ്റ്യൻസും ആൾസോ മറ്റു ചില പ്രധാനപ്പെട്ട അടിപൊളി ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, നമ്മൾ നീറ്റ് 2022 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ജെനറ്റിസ്റ്റ് യൂസസ് ദ ബ്ലൈൻഡ് അപ്രോച്ച് ഓഫ് സീക്വൻസിംഗ് ദ ഹോൾ ജീനോം ഓഫ് an organism followed by assignment of function to different segments, the methodology adopted by him is called as. ഈ ഒരു മെത്തഡോളജിനെ എന്താണ് വിളിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു മെത്തഡോളജി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ HGP-യിലാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ മെത്തഡോളജീസ് 2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? സീക്വൻസ് അനോട്ടേഷൻ ഉണ്ട്, അതുപോലെ എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ് ഉണ്ട് അല്ലെ. സോ അതില് നോക്കൂ, നമ്മൾ ഈ ഒരു അപ്രോച്ച് നോക്കിക്കുക. ഈ ഒരു അപ്രോച്ചിന്റെ പ്രത്യേകത ബ്ലൈൻഡ് അപ്രോച്ച് ആണ് ഫോർ സീക്വൻസിങ് ഹോൾ ദ ജീനോം ആണ് അല്ലെ. 2 തരം മെത്തഡോളജീസ് ഉണ്ടായിരുന്നത്. ഒന്ന് എക്സ്പ്രസ്ഡ് സീക്വൻസ് അനോട്ടേഷൻ ആണ്. അതിലെങ്ങനെയാണ് നടക്കുന്നത്? അതിൽ നമ്മൾ കോഡിംഗ് സീക്വൻസ് മാത്രമാണ് നമ്മൾ ഇവിടെ സീക്വൻസ് ചെയ്യുക അല്ലെ. നമുക്കറിയാം നമ്മുടെ DNA കോഡിംഗ് ഉണ്ട്, നോൺ കോഡിംഗ് ഉണ്ട്. കോഡിംഗ് മാത്രമാണ് സീക്വൻസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗിംഗ് എന്നാണ് വിളിക്കുക. ഇവിടെ അങ്ങനെ ഒരു ഡിഫറൻഷിയേഷൻ ഒന്നും ഇല്ല. ഇവിടെ ബ്ലൈൻഡ് അപ്രോച്ച് ആണ്, ഹോൾ ജീനോം സീക്വൻസ് ചെയ്യുന്നുണ്ട്. ആ മെത്തേഡ് നമ്മൾ എന്താ വിളിക്കുന്നത്? നമ്മൾ സീക്വൻസ് അനോട്ടേഷൻ എന്നാണ് വിളിക്കുക അല്ലെ. സോ സീക്വൻസ് അനോട്ടേഷൻ ആണ് കറക്റ്റ് ആൻസർ, ജീൻ മാപ്പിംഗ് അല്ല. അല്ലെങ്കിൽ എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് ഇസ് ആൾസോ അനദർ മെത്തേഡ് ആണ്, ബട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് അതല്ല. ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സും അല്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ 1. ഓക്കെ, ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. സോ ക്ലിയർ ആണ് ആ ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഇഫ് an E. coli strain, ഓക്കെ, ഐ ജീൻ ഗെറ്റ്സ് മ്യൂട്ടേറ്റഡ് അല്ലെ. ഈ കോളിന്റെ ഐ ജീൻ നമുക്കറിയാലോ. ഐ ജീൻ എന്ന് വെച്ചാൽ റെഗുലേറ്റർ ജീൻ ആണ് അല്ലെ. റെഗുലേറ്റർ ജീൻ ആണ് ഇൻ നമ്മൾ പഠിച്ചത് ലാക് ഓപ്പറോൺ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ലാക് ഓപ്പറോൺ കൺസെപ്റ്റ്. ലാക് ഓപ്പറോൺ കൺസെപ്റ്റില് ഐ ജീനെ കുറിച്ചാണ് പറയുന്നത്, റെഗുലേറ്റർ ജീൻ. ഇറ്റ് ഗെറ്റ് മ്യൂട്ടേറ്റഡ്. Okay, and its product cannot bind the inducer molecule. That product cannot bind the inducer molecule അല്ലെ. ആ റെഗുലേറ്റർ ജീൻ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇൻഡ്യൂസറുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റൂല. ഈ ഗ്രോത്ത് മീഡിയം ഈസ് പ്രൊവൈഡഡ് വിത്ത് ലാക്ടോസ്. അവിടെ ലാക്ടോസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക? ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ലാക്ടോസ് എന്ന് പറയുന്ന ഇൻഡ്യൂസറിനെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ, പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ലാക് ഓപ്പറോൺ അല്ലെ, ലാക് ഓപ്പറോൺ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ അവിടെ നമുക്കറിയാം ഒരു ഐ ജീൻ ഉണ്ട്, ഐ ജീൻ റെഗുലേറ്റർ ജീൻ ഉണ്ട്. ദെൻ നമുക്ക് അവിടെ പ്രൊമോട്ടർ, ഓപ്പറേറ്റർ ആൻഡ് ദെൻ സ്ട്രക്ചറൽ ജീൻസ് ആയിട്ടുള്ള ZYA നമുക്ക് കാണാൻ പറ്റും അല്ലെ. നോർമലി നമുക്കറിയാം ഐ ജീൻ എന്ത് ചെയ്യും? ഐ ജീൻ പ്രൊഡ്യൂസേഴ്സ് റിപ്രസർ പ്രോട്ടീൻ. റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ചെയ്യും അല്ലെ. എന്നിട്ട് ആ റിപ്രസർ പ്രോട്ടീൻ എന്ത് ചെയ്യും? ഓപ്പറേറ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. റിപ്രസർ പ്രോട്ടീൻ പോയിട്ട് ഓപ്പറേറ്ററിൽ പോയി ബൈൻഡ് ചെയ്യും. അതോടുകൂടി ഈ ഒരു സ്ട്രക്ചറൽ ജീനിന്റെ ട്രാൻസ്ക്രിപ്ഷൻ അവിടെ പ്രോഹിബിറ്റഡ് ആവും, പ്രിവെന്റഡ് ആവും. ZYA ജീൻസ് ഒന്നും ട്രാൻസ്ക്രൈബ് ചെയ്യുന്നില്ല നോർമൽ കണ്ടീഷനിൽ ബിക്കോസ് ഓഫ് ദിസ് ഹാപ്പനിങ് അല്ലെ. എന്നാൽ ഇൻഡ്യൂസർ അല്ലെ, ഇവിടെ ലാക്ടോസ് എന്ന് പറയുന്ന ഇൻഡ്യൂസർ വന്നു കഴിഞ്ഞാൽ, ലാക്ടോസ് എന്ന് പറയുന്ന ഇൻഡ്യൂസർ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ലാക്ടോസ് റിപ്രസറുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോ റിപ്രസറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓപ്പറേറ്ററുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റൂല. സോ അവിടെ ഓപ്പറേറ്റർ ഫ്രീ ആവും. RNA പോളിമറേസ് വന്നിട്ട് പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യും. ZYA ജീനുകളുടെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ നടക്കും. ഓക്കെ, അതാണ് നമ്മൾ നോർമലി പഠിച്ചിട്ടുള്ളത് ലാക് ഓപ്പറോണിന്റെ സ്വിച്ച് ഓഫ് ആൻഡ് സ്വിച്ച് ഓൺ. ഇനി ഇവിടെ തന്നിട്ടുള്ള പർട്ടിക്കുലർ കണ്ടീഷൻ എന്താണ്? ഇവിടെ തന്നിട്ടുള്ള പർട്ടിക്കുലർ കണ്ടീഷൻ ഈ ഐ ജീനിന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു അല്ലെ. ഐ ജീനിന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. ഐ ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഐ ജീനിൽ ഉണ്ടാവുന്ന റിപ്രസർ പ്രോട്ടീൻ എന്ത് ചെയ്യാൻ പറ്റൂല? ഇൻഡ്യൂസർ ആയിട്ടുള്ള ലാക്ടോസുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ലാക്ടോസുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ
ആ റിപ്രസർ പ്രോട്ടീൻ എന്ത് ചെയ്യും? റിപ്രസർ പ്രോട്ടീൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ള ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? ഓപ്പറേറ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും. ഓപ്പറേറ്ററുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റർ സ്വിച്ച് ഓഫ് ആകും. അതോടുകൂടി ZYA ജീനുകളുടെ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ നടക്കില്ല. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ ZYA ജീനുകളുടെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒന്നും എന്ത് ചെയ്യില്ല, നടക്കുന്നില്ല എന്നാണ് നമ്മളുടെ ആൻസർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓൺലി Z ജീൻ വിൽ ബി ട്രാൻസ്ക്രൈബ്ഡ് ആണോ? അല്ല, അത് തെറ്റാണ് അല്ലെ. ZYA ജീൻസ് വിൽ ബി ട്രാൻസ്ക്രൈബ്ഡ് ആണോ? അല്ല, ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നില്ല. ZYA ജീൻസ് വിൽ നോട്ട് ബി ട്രാൻസ്ലേറ്റഡ് അല്ലെ. അതായത് അവിടെ ഈ ZYA ജീനുകളുടെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒന്നും നടക്കുന്നില്ല. അതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ 4 നോക്കുക. RNA പോളിമറേസ് വിൽ ബൈൻഡ് ദ പ്രൊമോട്ടർ റീജിയൻ. RNA പോളിമറേസിന് പ്രൊമോട്ടർ റീജിയൻ ബൈൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് ഓപ്പറേറ്ററിൽ റിപ്രസർ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. സോ ആൻസർ എന്താണ്? 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത് ലാക്ക് ഓപ്പറോണുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അവർ ആൻസർ ഇസ് ഓപ്ഷൻ 3. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇഫ് ദ ലെങ്ത് ഓഫ് DNA molecule is 1.1 meter, what will be the approximate number of base pair? നമുക്ക് DNA ലെങ്ത് തന്നിട്ടുണ്ട്. എന്നോട് നമ്മളോട് പറഞ്ഞത് എന്താണ്? നമ്പർ ഓഫ് ബേസ് പെയർ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അത് നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ബേസ് പെയർ, ഓക്കെ, നമ്പർ ഓഫ് ബേസ് പെയർ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബേസ് അല്ലെ. അതായത് ടു ആൻഡ് അഡ്ജസന്റ് ബേസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും നമ്പർ ഓഫ് ബേസ് പെയറും കൂടി ഇൻറ്റു ചെയ്താലാണ്, മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ലെങ്ത് ഓഫ് DNA കിട്ടുന്നത് നമ്മൾ കണ്ടതാണ് അല്ലെ. നമ്മൾ കണ്ടതാണ് 2.2 മീറ്റർ ആണ് നോർമൽ DNA ലെങ്ത്, നമ്മൾ കണ്ടതാണ് അല്ലെ. സോ നമുക്ക് ഇവിടെ ലെങ്ത് ഓഫ് DNA തന്നിട്ടുണ്ട്, 1.1 നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് പെയർസ് നമുക്ക് ഓൾറെഡി അറിയാലോ, 0.34 ഇൻറ്റു 10⁻⁻9 ആണ്. നമ്മളോട് ചോദിച്ചത് നമ്പർ ഓഫ് ബേസ് പെയർ ആണ് അല്ലെ. നമ്മളോട് ചോദിച്ചത് എന്താണ്? നമ്പർ ഓഫ് ബേസ് പെയർ ആണ്. സോ നമുക്കിവിടെ X ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ X എത്രയായിരിക്കും? 1.1 ഡിവൈഡഡ് ബൈ 0.34 ഇൻറ്റു 10⁻⁻9 ആണ് അല്ലെ. സോ ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3.3 ഇൻറ്റു 10⁻9. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ 3.3 ഇൻറ്റു 10⁻9 ബേസ് പെയർസ് ആണ് കറക്റ്റ് ആൻസർ. സോ ആൻസർ എങ്ങനെയാണ് കിട്ടിയത് ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, സോ നമ്മൾ നോക്കാം, മറ്റുള്ള ആൻസേഴ്സ് ഒക്കെ തെറ്റാണ്. ഓക്കെ, സോ ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ 1. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? then നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10 E. coli cells ഓക്കെ വിത്ത് N50 അതായത് ഹെവി നൈട്രജൻ ആണല്ലേ, ഡബിൾ സ്റ്റാൻഡേർഡ് DNA are incubated in a medium containing normal nitrogen nucleotide അല്ലെ, N40 nucleotide. After 60 minutes, how many E. coli cells will have DNA totally free from N15? ഇത് നമ്മൾ പഠിച്ചത് എവിടെയാണ്? നമ്മൾ സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ ഓഫ് DNA അല്ലെ, അതായത് മിസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. മിസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ് ടു പ്രൂവ് DNA replication is semi conservative. അവിടെയാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടത്. സോ ഈ എക്സ്പെരിമെന്റ് തന്നിട്ടുള്ളത് 10 E. coli കേസാണ്. അപ്പൊ നമുക്കറിയാം നോർമൽ ഒരു E. coli നമ്മൾ പഠിച്ചതാണ് അല്ലെ, നോർമൽ E. coli ആണ്. അതിൽ 2 സ്ട്രാൻഡും എന്താണ്? നോർമലി N15 ആണ്. അതിന് എന്ത് ചെയ്യുന്നു? അയാളെ നോർമൽ N14 ഉള്ള ന്യൂക്ലിയോടൈഡ് മീഡിയത്തിലിട്ട് വളർത്തുന്നു. നോർമൽ അമോണിയം ക്ലോറൈഡ് ഇട്ട് വളർത്തുമ്പോൾ ഓരോ റെപ്ലിക്കേഷൻ സമയത്തും മാറ്റം ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 60 മിനിറ്റ്സ് എന്ന് വന്നിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം E. coliയില് 20 മിനിറ്റ്സിലാണ് ഒരു റെപ്ലിക്കേഷൻ നടക്കുക. 60 മിനിറ്റ്സിൽ 3 റെപ്ലിക്കേഷൻ ആണ് നടക്കുക. അപ്പൊ 3 റെപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ, 3 റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ എത്ര E. coli സെൽസ് ടോട്ടലി ഫ്രീ ഫ്രം N15, അതായത് N14 മാത്രമുള്ള എത്ര E. coli സെൽസ് ഉണ്ടാവും എന്നാണ് ചോദ്യം. ഓക്കെ, സോ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം എടുക്കുന്നത് നോർമൽ അല്ലെ, നോർമലി 2 സ്ട്രാൻഡ്, നോർമൽ നമ്മൾ N14 സ്ട്രാൻഡുകൾ യെല്ലോ കളറിൽ എടുത്തു. അപ്പൊ നോർമലി 2 യെല്ലോ സ്ട്രാൻഡുള്ള ഒരു DNA, ഡബിൾ സ്റ്റാൻഡേർഡ് DNA അല്ലെ. അയാൾക്ക് നോക്ക്, നമ്മൾ 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം അല്ലെ അയാൾ ഡിവൈഡ് ചെയ്യും അല്ലെ. അയാൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ സ്ട്രാൻഡും പകുതി പാരന്റൽ ആയിരിക്കും അല്ലെ. ബാക്കി പകുതി ആണെങ്കിലോ ബാക്കി പകുതി പുതിയ സ്ട്രാൻഡുകളായിരിക്കും. ഓക്കെ, പുതിയ 2 സ്ട്രാൻഡുകൾ ഉണ്ടായി. ഇനി അടുത്ത 20 മിനിറ്റ്സ് കൂടി കഴിഞ്ഞാൽ, 40 മിനിറ്റ്സ് കഴിഞ്ഞാൽ
ഇതിലുള്ള ഓരോ സ്ട്രാൻഡിൽ നിന്നും പുതിയ പുതിയ DNA ഉണ്ടാവും അല്ലെ. അതായത് ഈ 2 റെഡ് സ്ട്രാൻഡിൽ നിന്നും പുതിയ DNA ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈ 2 റെഡ് സ്ട്രാൻഡിൽ നിന്നും പുതിയ DNA ഉണ്ടാവും അല്ലെ. റെഡ് എന്ന് വെച്ചാൽ ഇനി പുതിയ ഉണ്ടാവുന്ന DNA ഒക്കെ എന്തായിരിക്കും? N14 ആയിരിക്കും. ബിക്കോസ് നമ്മൾ N14 മീഡിയത്തിലാണല്ലോ ഇതിനെ ഇനി വളർത്താൻ പോകുന്നത്. അപ്പോൾ ഈ 2 സ്ട്രാൻഡിൽ നിന്നും ഓരോ നോർമൽ DNAs ഫോം ചെയ്തു അല്ലെ. ദെൻ മറ്റ് യെല്ലോ സ്ട്രാൻഡ് ഉണ്ട് അല്ലെ. ബാക്കി 2 യെല്ലോ സ്ട്രാൻഡുകൾ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു യെല്ലോ സ്ട്രാൻഡ് വരച്ചു, ഇവിടെ ഒരു യെല്ലോ സ്ട്രാൻഡ് വരച്ചു. അവിടെയും നമുക്ക് പുതിയ സ്ട്രാൻഡ്, പുതിയതായിട്ട് ഫോം ചെയ്യുന്ന സ്ട്രാൻഡ് എന്തായിരിക്കും? റെഡ് സ്ട്രാൻഡ് ആയിരിക്കും, അഥവാ N14 ആയിരിക്കും. ഇതാണ് നമ്മളെ 40 മിനിറ്റ്സ് കഴിഞ്ഞാലുള്ള കണ്ടീഷൻ. ഇനി അടുത്തത് എന്താണ്? അടുത്തത് 60 മിനിറ്റ്സ് കഴിഞ്ഞാലുള്ള കണ്ടീഷൻ എന്തായിരിക്കും? ഇവിടെയുള്ള ഓരോ സ്ട്രാൻഡിൽ നിന്നും പുതിയ ഉണ്ടാവില്ല. അപ്പൊ നമ്മളിതൊക്കെ ഓരോന്നും ഓരോ പുതിയ സ്ട്രാൻഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, സോ ഇവിടെയുള്ള മേലെയുള്ള 2 സ്ട്രാൻഡ് വരച്ചു, താഴെയുള്ള ഒരു സ്ട്രാൻഡ് അവിടെ വരച്ചിട്ടുണ്ട്. ദെൻ ഇത് പുതിയ 2 സ്ട്രാൻഡ്സ് ആണ്. അപ്പൊ ഇത്രയും ന്യൂ സ്ട്രാൻഡ്സ് നമ്മൾ വരച്ചു അല്ലെ. അതിൽ ആരുടെ കൂടെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ആൾസോ അവിടെ 2 എന്തുണ്ട്? യെല്ലോ സ്ട്രാൻഡുകൾ അവിടെ വേറെ 2 ഉണ്ട് അല്ലെ. യെല്ലോ സ്ട്രാൻഡുകൾ 2 ഉണ്ട്. ഓക്കെ, സോ ടോട്ടലി നമുക്ക് ഉണ്ടാവുന്നത് എത്ര റെഡ് സ്ട്രാൻഡ്സ്, റെഡ് DNAs ആയിരിക്കും? 3, 4, 5, 6 അല്ലെ. ബാക്കി 2 ഹൈബ്രിഡ് ആയിരിക്കും. അപ്പോൾ അവിടെ ടോട്ടലി 6 പുതിയ DNAs ഉണ്ടായി. അതായത് N14 മാത്രമുള്ള DNAs എത്ര ഉണ്ടായി? 6 ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഒരു ഈക്കോളിയിൽ നിന്ന് 6 ഉണ്ടാവും 60 മിനിറ്റ് കഴിയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നത് 10 ഈക്കോളിയാണ്. അപ്പൊ 10 × 6 60 സെൽസ് ആണ് ഉണ്ടാവുക. സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ 3. സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ 3 ആണ്. ഇത് മിസൈൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആ കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ ഓഫ് mRNA ടു പ്രോട്ടീൻ ബിഗിൻ ആസ് സൂൺ ആസ്. ഇത് പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ട്രാൻസ്ലേഷൻ ഓഫ് mRNA ടു പ്രോട്ടീൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? നമുക്കറിയാം ഇതിന് ഡിഫറെന്റ് സ്റ്റെപ്സ് ഉണ്ട് അല്ലെ. അതായത് ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, തുടങ്ങുന്നത് ചാർജിങ് ഓഫ് tRNA എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ആദ്യം അമിനോ ആസിഡ് ആക്ടിവേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ അമിനോ ആസിഡ് അല്ലെ ATP ഉപയോഗിച്ച് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അമിനോ ആസിഡിനെ നമ്മൾ tRNA-യുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ചാർജിങ് ഓഫ് tRNA. ദെൻ ഈ tRNA ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം mRNA-യിൽ റൈബോസോമിന്റെ സ്മോളർ സബ് യൂണിറ്റ് ആണ് ആദ്യം വന്ന് ബൈൻഡ് ചെയ്യുക, പിന്നീടാണ് ലാർജർ സബ് യൂണിറ്റ് വന്ന് ബൈൻഡ് ചെയ്യുക. അങ്ങനെയാണ് ട്രാൻസ്ലേഷൻ കോംപ്ലക്സ് ഒക്കെ ഫോം ചെയ്യുന്നത്. അപ്പൊ തന്നിട്ടുള്ളതിൽ ദ സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം എൻകൗണ്ടേഴ്സ് mRNA എന്ന് കൊടുത്തിട്ടുണ്ട്. ലാർജർ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം എൻകൗണ്ടേഴ്സ് mRNA എന്തായാലും ഫസ്റ്റ് സ്റ്റെപ്പ് അല്ല അല്ലെ. ബോത്ത് സബ് യൂണിറ്റ്സ് ജോയിൻ ടുഗദർ, അതും എന്തല്ല, ഫസ്റ്റ് സ്റ്റെപ്പ് അല്ല. tRNA is activated, അത് ഓക്കെ ആണ്. ആൻഡ് ലാർജർ സബ് യൂണിറ്റ് എൻകൗണ്ടർ mRNA എന്നുള്ളത് ശരിയല്ല. tRNA ആക്ടിവേറ്റഡ് മാത്രമായിരുന്നെങ്കിൽ നമുക്കത് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യായിരുന്നു. എന്നാൽ ഇവിടെ തന്നിട്ടുള്ളതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏതാണ്? സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം എൻകൗണ്ടേഴ്സ് mRNA ആണ്. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്. ബിക്കോസ് തന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഉള്ളതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആണ്. ശരിക്കും ചാർജിങ് ഓഫ് tRNA ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് mRNA ടു പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ. എന്നാൽ ഇവിടെ ആ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല. ഇവിടെ തന്നതിൽ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 4 എന്തുകൊണ്ടാണ് വരാത്തത്? അവിടെ ലാർജർ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം എൻകൗണ്ടർഡ് mRNA എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊരിക്കലും ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതിന് മുന്നേ ആര് വരണം? സ്മോളർ സബ് യൂണിറ്റ് വന്ന് എൻകൗണ്ടർ ചെയ്താലേ ലാർജർ സബ് യൂണിറ്റ് വരാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ 1 ആണ് ഈ ഒരു ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നത്, നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം നീറ്റ് 2022 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. DNA പോളിമോർഫിസം ഫോം ദ ബേസിസ് ഓഫ്. DNA പോളിമോർഫിസം എന്തിന്റെയൊക്കെ ബേസിസ് ഫോം ചെയ്യുന്നുണ്ട്? വാട്ട് ഈസ് DNA പോളിമോർഫിസം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും DNA നോക്കുകയാണെങ്കിൽ 99% സെയിം ആണെന്ന് പഠിച്ചു. ആൻഡ് ദർ ഇസ് 0.1% ഡിഫറൻസ് ഉള്ളത്. ആ DNA-യിൽ കാണുന്ന ഡിഫറൻസുകളെയാണ് നമ്മൾ DNA പോളിമോർഫിസം എന്ന് വിളിക്കുക. അതായത് ഡിഫറെന്റ് ഫോംസ് ഓഫ് DNAs ആർ പ്രസന്റ് ഇൻ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് അല്ലെ. ആ DNA-യിലുള്ള വ്യത്യാസം അതാണ് DNA പോളിമോർഫിസം. ആൻഡ് നമ്മൾ ഹ്യൂമൻ ജീനോം പ്രോജക്ട് HGP ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ പഠിച്ചു. അതായത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് നമ്മൾ NCERT-യിൽ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് പറയുന്നതിന് തൊട്ട് മേലെയുള്ള പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ നമ്മൾ ജീനുകളുടെ ന്യൂക്ലിയോടൈഡുകളുടെ സീക്വൻസിങ് മാത്രമല്ല നടത്തുന്നത്,
അവിടെ എന്തുകൂടെ നടത്തുന്നുണ്ട്? DNA പോളിമോർഫിസം ഉപയോഗിച്ചുകൊണ്ട് ആ ജീനുകളുടെ ക്രോമസോമിലുള്ള ലൊക്കേഷനും കൂടെ കണ്ടെത്തുന്നുണ്ട്. ക്രോമസോമിൽ ഓരോ ജീനും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ജീൻ മാപ്പിംഗ്, ജനറ്റിക് മാപ്പിംഗ് എന്ന് വിളിക്കാം. അപ്പൊ ജനറ്റിക് മാപ്പിങ്ങിന് DNA പോളിമോർഫിസം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അവിടെ നമുക്ക് കാണാൻ പറ്റും. ആൾസോ നമ്മൾ പഠിച്ചിട്ടുണ്ട് DNA പോളിമോർഫിസം തന്നെയാണ് DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെയും ബേസിസ് അല്ലെ. DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ ബേസിസും DNA പോളിമോർഫിസം ആണ്. അതായത് വാരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് VNTR ആണ് അതിന്റെ ബേസിസ് അല്ലെ. അപ്പൊ ഈ DNA പോളിമോർഫിസം ഫോം ദ ബേസിസ് ഓഫ് ജനറ്റിക് മാപ്പിംഗും ശരിയാണ്, DNA ഫിംഗർ പ്രിന്റിങ്ങും ശരിയാണ്. സോ ആൻസർ നോക്കുക, ബോത്ത് ജനറ്റിക് മാപ്പിംഗ് ആൻഡ് DNA ഫിംഗർ പ്രിന്റിംഗ് ആണ് ആൻസർ വരിക അല്ലെ. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ NCERT കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രൊജക്ടിന്റെ തൊട്ട് മേലെയുള്ള പാരഗ്രാഫിൽ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ 3 is our answer for this question. ക്ലിയർ ആണല്ലോ? ഓക്കെ, then നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, read the following statements and choose the set of correct statement ആണ്. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂക്രോമാറ്റിൻ ഇസ് ലൂസ്ലി പാക്ഡ് ക്രോമാറ്റിൻ അല്ലെ. ക്രോമാറ്റിൻ നമ്മൾ പഠിച്ചു, യൂക്രോമാറ്റിൻ ഉണ്ട്, ഹെറ്ററോക്രോമാറ്റിൻ ഉണ്ട്. യൂക്രോമാറ്റിൻ ലൂസ്ലി പാക്ഡ് ആണ്, ഹെറ്ററോക്രോമാറ്റിൻ ടൈറ്റ്ലി പാക്ഡ് ആണ്. സോ ഹിയർ യൂക്രോമാറ്റിൻ ഇസ് ലൂസ്ലി പാക്ഡ് ശരിയാണ്. ഓക്കെ, ഹെറ്ററോക്രോമാറ്റിൻ ഇസ് ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ആണോ? അല്ല, ഹെറ്ററോക്രോമാറ്റിൻ ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ് ആണ്. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Histone octamer is wrapped by negatively charged DNA in nucleosome. ആണല്ലോ, ഹിസ്റ്റോൺ ഒക്ടോമർ പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. സോ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA ഈസ് റാപ്ഡ് അറൌണ്ട് എ പോസിറ്റീവ്ലി ചാർജ്ഡ് ഹിസ്റ്റോൺ ഒക്ടോമർ എന്നാണ് നമ്മൾ പഠിച്ചത്. സോ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. Then histones are rich in lysine and arginine അല്ലെ. ഹിസ്റ്റോൺ എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണെന്നും ഹിസ്റ്റോണിന് പോസിറ്റീവ് ചാർജ് ആണെന്നും ഹിസ്റ്റോണിന് ആ പോസിറ്റീവ് ചാർജ് കിട്ടുന്നത് ബേസിക് അമിനോ ആസിഡ്സ് ആയിട്ടുള്ള ലൈസിനും അർജിനിനും അവിടെ ഉള്ളത് കൊണ്ടാണെന്നും നമ്മൾ NCERT പഠിച്ചിട്ടുണ്ട്. സോ അത് ശരിയാണ്. എ ടിപ്പിക്കൽ ന്യൂക്ലിയോസോം കണ്ടെയ്ൻ 400 ബേസ് പെയർ ഓഫ് DNA ആണോ? അല്ല, 200 ബേസ് പെയർ ഓഫ് DNA ആണ്. സോ അതെന്താണ്? തെറ്റാണ്. സോ നമ്മൾ പറഞ്ഞത് സെറ്റ് ഓഫ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ്. സോ എ ശരിയാണെന്ന് നമ്മൾ കണ്ടു, അതുപോലെ സി ശരിയാണെന്ന് നമ്മൾ കണ്ടു, ഡിയും ശരിയാണ് അല്ലെ. എ, സി ആൻഡ് ഡി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻസ്. ഓക്കെ ആണല്ലോ? സോ നമ്മൾ എ, സി ആൻഡ് ഡി ഓൺലി, ദാറ്റ് ഇസ് ഓപ്ഷൻ 2 is our answer for this question. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കൂ, നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നീറ്റ് 2022 ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. ആൾസോ ഈ ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഹാപ്ലോയിഡ് കണ്ടന്റ് ഓഫ് ഹ്യൂമൻ DNA NCERT കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഹാപ്ലോയിഡ് കണ്ടന്റ് ഓഫ് ഹ്യൂമൻ DNA എത്രയാണെന്ന് 4.6 × 10⁶ ബേസ് പെയർ അല്ല, അത് ഈക്കോളിന്റെ ബേസ് പെയറുകളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഹാപ്ലോയിഡ് കണ്ടന്റ് ഓഫ് ഹ്യൂമൻ DNA എന്ന് പറയുന്നത് 3.3 × 10⁹ ആണ്. ഓക്കെ, ദെൻ സോ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ ബി നോക്കാം. നൈട്രജനസ് ബേസസ് ഈസ് ലിങ്ക്ഡ് ടു പെന്റോ ഷുഗർ ത്രൂ ഫോസ്ഫോഡൈസ്റ്റർ ലിങ്കേജ് ആണോ? അല്ല, ബേസും ഷുഗറും തമ്മിലുള്ള ലിങ്കേജ് എന്താണ്? N ഗ്ലൈക്കോസിഡിക് ആണ്, N ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. സോ ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. നോക്കാം അടുത്തത്. DNA ആസ് ആൻ അസിഡിക് സബ്സ്റ്റൻസ്, DNA അസിഡിക് ആണല്ലേ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. വാസ് ഫസ്റ്റ് ഐഡന്റിഫൈഡ് ബൈ വാട്സൺ ആൻഡ് ക്രിക്ക് ആണോ? അല്ല, DNA ആസ് ആൻ അസിഡിക് സബ്സ്റ്റൻസ് NCERT കൊടുത്തിട്ടുണ്ട്. DNA ആസ് ആൻ അസിഡിക് സബ്സ്റ്റൻസ് ഫസ്റ്റ് ഐഡന്റിഫൈഡ് ബൈ ആരാണ്? ഫ്രെഡറിക് മീഷർ ആണ് അല്ലെ. ഫ്രെഡറിക് മീഷർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. ന്യൂക്ലിയൻ എന്നതിനെ വിളിച്ചു അല്ലെ. സോ ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓപ്ഷൻ ഡി നോക്കാം. എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ done by Morris Wilkins and Rosalind Franklin was the basis of Watson and Crick DNA model. Okay, statement NCERT സ്റ്റേറ്റ്മെന്റ് ആണ്. വാട്സണും ക്രിക്കും ഈ പറയുന്ന DNA മോഡൽ, നമ്മൾ പഠിച്ച DNA മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ്. ദാറ്റ് ഡാറ്റ ഇസ് ഗിവൺ ബൈ മോറിസ് വിൽക്കിൻസ് ആൻഡ് റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, സോ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ. ഓക്കെ, സോ ഒക്കെ NCERT സ്റ്റേറ്റ്മെന്റ് ആണ്, നത്തിങ് ഫ്രം ഔട്ട്സൈഡ് NCERT. ഓക്കെ, ക്ലിയർ. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. Choose the correct statement among the following. Okay, Taylor and his colleagues used E. coli to prove semi-conservative replication of DNA.
DNA സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷനെ പ്രൂവ് ചെയ്യുന്ന 2 എക്സ്പെരിമെന്റ് ആണ് നമ്മൾ NCERT പറയുന്നത്. ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ മിസൽസൺ ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെന്റ് ആണ്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ആൾസോ അതിന് തൊട്ടതായ നമുക്ക് വേറെ പാരഗ്രാഫിൽ കാണാൻ പറ്റും വേറൊരു എക്സ്പെരിമെന്റ്, ടൈലർ ആൻഡ് കൊളീഗ്സ് ചെയ്ത എക്സ്പെരിമെന്റ് അല്ലെ, റേഡിയോ ആക്റ്റീവ് തൈമിഡിനൊക്കെ യൂസ് ചെയ്തിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് അത് ചെയ്തത് ഈക്കോളയിലല്ല അല്ലെ, ഈക്കോളയിൽ നടന്നത് മിസൽസൺ ആൻഡ് സ്റ്റോളിന്റെ എക്സ്പെരിമെന്റ് ആണ്. ആ ഒരു എക്സ്പെരിമെന്റ് നടത്തിയത് വിസിയ ഫാബ എന്ന് പറയുന്ന ഫാബ ബീൻസിലാണ് അല്ലെ, ഫാബ ബീൻസിലാണ്, വിസിയ ഫാബയിലാണ് ആ എക്സ്പെരിമെന്റ് നടന്നത്. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. In Griffith's experiment, the mice infected with R strain of Streptococcus pneumoniae dies due to pneumonia. ആണോ? നമ്മൾ പഠിച്ചു സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ 2 സ്ട്രെയിൻ ഉണ്ട്, എസ് സ്ട്രെയിനും ആർ സ്ട്രെയിനും. അതിൽ ആരാണ് ഡിസീസ് ഉണ്ടാക്കുന്നത്? എസ് സ്ട്രെയിൻ ആണ് ഡിസീസ് ഉണ്ടാക്കുക. എസ് സ്ട്രെയിൻ ഇസ് വിറുലന്റ്. സോ ആർ സ്ട്രെയിൻ എന്തുണ്ടാക്കില്ല? ഡിസീസ് ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ മൈസ് ചത്തു പോകില്ല ആർ സ്ട്രെയിൻ ഇൻഫെക്റ്റ് ആയാൽ. സോ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ആർ സ്ട്രെയിൻ അല്ല, എസ് സ്ട്രെയിൻ ആണ് മൈസ് ചാവാനുള്ള കാരണം. ഓക്കെ, then Michelson and Stahl grew Staphylococcus in a medium containing cesium chloride. അവർ സ്റ്റഫൈലോകോക്കസിനെ ആണോ വളർത്തിയത്? ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു അല്ലെ. ഈക്കോളൈനാണ് വളർത്തിയത് അല്ലെ, സ്റ്റഫൈലോകോക്കസ് അല്ല, ഈക്കോളൈനാണ് വളർത്തിയത്. അതും സീസിയം ക്ലോറൈഡിലല്ല, അമോണിയം ക്ലോറൈഡിലാണ്, NH4Cl അമോണിയം ക്ലോറൈഡിലാണ് വളർത്തിയത്. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, അത്ര ഫ്ലോപ്പ് ആണ്. Then option D നോക്കാം, സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ വാസ് എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് ബൈ മിസൽസൺ ആൻഡ് സ്റ്റാൾ. കറക്റ്റ് ആണല്ലോ, ശരിയാണ്. DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്ത എക്സ്പെരിമെന്റ് ആണ് മിസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ്. നമ്മൾ ആ എക്സ്പെരിമെന്റും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്തു. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി ആണ്. ബാക്കിയൊക്കെ തെറ്റാണ് അല്ലെ. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. എ മോളിക്യൂൾ ദാറ്റ് ക്യാൻ ആക്ട് ആസ് ജെനറ്റിക് മെറ്റീരിയൽ must fulfill the traits given below except. തന്നിട്ടുള്ളതിൽ ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ടായിരിക്കേണ്ട കുറെ ക്വാളിറ്റീസ് ഉണ്ട്, ഒന്നൊഴികെ. ഏതാണ് നോക്കാം. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് റെപ്ലിക്ക. റെപ്ലിക്കേഷൻ നടക്കാൻ പറ്റണം എന്നുള്ളത് ജെനറ്റിക് മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആണ്. സോ അത് ശരിയാണ്. ഇറ്റ് ഷുഡ് ബി അൺസ്റ്റേബിൾ സ്ട്രക്ചറലി ആൻഡ് കെമിക്കലി എന്ന് കൊടുത്തിട്ടുണ്ട്, തെറ്റാണ്. ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ, സ്റ്റേബിൾ ആയിരിക്കണം അല്ലെ. സോ അൺസ്റ്റേബിൾ തെറ്റാണ്. It should provide scope for slow changes അല്ലെ, ഫോർ എവല്യൂഷൻ, അതായത് മ്യൂട്ടേഷന് നടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, ശരിയാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് മെന്റീലിയൻ ക്യാരക്ടേഴ്സ്, അതും ശരിയാണ്. അവിടെ തെറ്റേതാണ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. എക്സെപ്റ്റ് ഓപ്ഷൻ ബി ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ. ഓപ്ഷൻ ബി, സ്റ്റേബിൾ ആയിരിക്കണം, അൺസ്റ്റേബിൾ ആവാൻ പാടില്ല ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ക്ലിയർ? നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. 3' ഒരു സീക്വൻസ് നമുക്ക് തന്നിട്ടില്ല. 3'A ATA 5'. ഓക്കെ, അതൊരു ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ് അല്ലെ. 3' to 5' ആണല്ലോ. സോ ഇറ്റ്സ് എ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ്, ടെംപ്ലേറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇസ് ദ സീക്വൻസ് ഓഫ് എ ന്യൂക്ലിയോടൈഡ് ഓൺ എ ജീൻ. ഓക്കെ, ആഫ്റ്റർ ട്രാൻസ്ക്രിപ്ഷൻ, ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണല്ലോ ട്രാൻസ്ക്രിപ്ഷന് വിധേയമാകാം. ആഫ്റ്റർ ട്രാൻസ്ക്രിപ്ഷൻ mRNA ഫോംഡ് അഗെയിൻസ്റ്റ് ഇറ്റ്, അതിനുണ്ടാവുന്ന mRNA and the sequence of bases in the corresponding binding anticodon. അതിലുണ്ടാവുന്ന mRNA സീക്വൻസും ആ mRNA ബൈൻഡ് ചെയ്യുന്ന ആന്റികോഡോണുകളുടെ സീക്വൻസുമാണ് നമ്മളോട് ചോദിച്ചത് അല്ലെ. അത് നമുക്കറിയാം mRNA ഫോം ചെയ്യുന്നത് ഇവിടെ തന്നത് നമുക്ക് 3' to 5' സ്ട്രാൻഡ് അല്ലേ, ടെംപ്ലേറ്റ് സ്ട്രാൻഡാ തന്നത്. സോ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടാണ് mRNA ഉണ്ടാവുക അല്ലെ. സോ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ട് mRNA ഉണ്ടാവും, അതായത് നമ്മൾ തന്നിട്ടുള്ള സീക്വൻസിന്റെ കോംപ്ലിമെന്ററി ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് AAA, അതിന് കോംപ്ലിമെന്ററി UUU ആണ് അല്ലെ. സ്റ്റാർട്ട് UUU ആണ്. TGC ആണെങ്കിൽ എന്താ വരിക? ACG ആണ് അല്ലെ. സോ ഇവിടെ നോക്കാം, UUU, ACG, CGC, UAU, ഇതാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന mRNA സീക്വൻസ്. ഓക്കെ, ബാക്കിയുള്ള സീക്വൻസസ് ഒക്കെ നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാവും. സോ നമുക്ക് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതിന്റെ ആന്റികോഡോൺ നോക്കാം. UUUന്റെ ആന്റികോഡോൺ എന്തായിരിക്കും? അതിന് കോംപ്ലിമെന്ററി ആയിരിക്കും AAA. ACGന്റെ ആന്റികോഡോൺ എന്തായിരിക്കും? അതിന് കോംപ്ലിമെന്ററി ആയിരിക്കും UGC ആയിരിക്കും. CGCക്ക് GCG ആയിരിക്കും. UAUന് AUA ആയിരിക്കും. ഓക്കെ, സോ അതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓർ ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ്. ഓക്കെ ഓക്കെ, സോ തന്നിരിക്കുന്നത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണോ കോഡിംഗ് സ്ട്രാൻഡ് ആണോ എന്ന് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഇവിടെ തന്നത് 3' to 5' സ്ട്രാൻഡ് ആണ്. 5' to 3' സ്ട്രാൻഡ് ആണെങ്കിൽ ആൻസർ മാറും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Read the following statement and choose the correct option. Correct option choose ചെയ്യാനാണ്.
RNA polymerase associate transiently with a raw factor to initiate transcription. Raw factor initiation factor അല്ല, raw factor termination factor ആണ്. സോ അവിടെ തെറ്റാണ് അല്ലേ? ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് സിഗ്മ ഫാക്ടർ ആണ്. സോ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇൻ ബാക്ടീരിയ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ സെയിം കമ്പാർട്ട്മെന്റ്. നമ്മൾ പഠിച്ചതാണ് പ്രൊകാരിയോട്ടിൽ ബാക്ടീരിയയിൽ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും കപ്പിൾഡ് ആണ്. ബിക്കോസ് യൂകാരിയോട്ടിലാണെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിലാണ്, ട്രാൻസ്ലേഷൻ നടക്കണമെങ്കിൽ ന്യൂക്ലിയസിന് പുറത്ത് സൈറ്റോപ്ലാസത്തിലേക്ക് വരണം. എന്നാൽ ബാക്ടീരിയന്റെ അകത്ത് അങ്ങനെ ന്യൂക്ലിയസ് എന്നും സൈറ്റോപ്ലാസം എന്നും ഡിഫറൻഷിയേഷൻ ഇല്ല, ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ് ഇല്ല. ബിക്കോസ് ദേ ആർ പ്രോകാരിയോട്ട്. ഓക്കെ, അവർക്ക് ന്യൂക്ലിയർ എൻവലപ്പ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. സോ അത് ശരിയാണ്. RNA polymerase 1 is responsible for tRNA ആണോ? അല്ല, RNA polymerase 1 rRNA ആണ്. tRNA ഉണ്ടാക്കുന്ന RNA polymerase 3 ആണ്. ഓക്കെ, സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. When hnRNA undergoes capping process, അല്ലെ, heterogeneous nuclear RNA hnRNA undergoes capping process, adenylate residues are added at 3' എന്താണോ? അല്ല, ക്യാപ്പിംഗ് പ്രോസസ്സിൽ 5' എൻഡിലാണ് ക്യാപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതും ആഡ് ചെയ്യുന്നത് എന്താണ്? MgPpp ആണ് അല്ലെ, അതായത് മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3' എൻഡിൽ പോളി അഡിനേറ്റഡ് റെസിഡ്യൂസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ ടെയിലിംഗ് എന്നാണ് വിളിക്കുക, ക്യാപ്പിംഗ് എന്നല്ല. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, hnRNA is the precursor of mRNA എന്നുള്ളത് ശരിയാണ്. ഓക്കെ, mRNAയുടെ പ്രിക്കേഴ്സർ ആണ് ഹെറ്ററോജീനസ് RNA. hnRNA പ്രോസസ്സിംഗ് നടത്തിയിട്ടാണ്, സ്പ്ലൈസിംഗ്, ക്യാപ്പിംഗ് ആൻഡ് ടെയിലിംഗ് നടത്തിയിട്ടാണ് mRNA ഉണ്ടാക്കുന്നത് അല്ലെ. സോ hnRNA is the precursor of mRNA എന്ന് പറഞ്ഞാൽ ശരിയാണ്. സോ എന്താണ്? 2 ഉം 5 ഉം ശരിയാണ്. ഓക്കെ, 2 and 5 are correct. സോ നോക്കാം, 2 and 5 only are correct. ഓപ്ഷൻ C is the right answer. ക്ലിയർ ആണല്ലോ? നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റോങ്ലി മാച്ച്ഡ് പെയർ ആണ്. ജോർജ് ഗാമോവ് കോഡോണസ് ട്രിപ്ലെറ്റ്. നമ്മൾ പഠിച്ചു ജനറ്റിക് കോഡ്. ജനറ്റിക് കോഡ് കണ്ടെത്താൻ സഹായിച്ച ഒരുപാട് സയന്റിസ്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ജോർജ് ഗാമോ, ഹർഗോബിൻ ഖൊരാനിക് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അവിടെ ജനറ്റിക് കോഡ് ട്രിപ്ലെറ്റ് ആയിരിക്കാം. അതായത് there is 20 അമിനോ ആസിഡ്സ് ഉണ്ട്, 4 ബേസസ് ഉണ്ട്. അപ്പൊ 20 അമിനോ ആസിഡിനെ 4 ബേസ് വെച്ചിട്ട് കോഡ് ചെയ്യണമെങ്കിൽ 3 വെച്ച് അറേഞ്ച് ചെയ്താലേ നടക്കുള്ളൂ എന്നും, അതായത് 4:3 കോമ്പിനേഷനിലാണ് ബേസ് കോഡോൺസ് ഉണ്ടാവാന്ന് സജസ്റ്റ് ചെയ്ത ആളാണ് ആര്? ഈ പറയുന്ന ജോർജ് ഗാമോ അല്ലെ. 4:3 64 കോഡോൺസ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ. സോ ജോർജ് ഗാമോവ് കോഡോണസ് ട്രിപ്ലെറ്റ് എന്ന് പ്രപ്പോസ് ചെയ്ത ആളാണ്. ശരിയായിട്ടുള്ള മാച്ചിങ് ആണ്. മിസൽസൺ ആൻഡ് സ്റ്റാള് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ആണോ? അല്ല, അവര് എക്സ്പെരിമെന്റലി പ്രൂവൺ ദാറ്റ് DNA replication is semi-conservative. So ആ ഒരു മാച്ചിങ് തെറ്റാണ്, മിസ് മാച്ചിങ് ആണ്. അലൻ ജെഫ്രി ആണ് DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടുപിടിച്ചത്. ഫ്രെഡറിക് സാങ്ങർ ആണ് അമിനോ ആസിഡ് സീക്വൻസിംഗ് നടത്തിയത് അല്ലെ. ഫ്രെഡറിക് സാങ്ങർ DNA സീക്വൻസിംഗും കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുപോലെ പ്രോട്ടീൻസിലുള്ള അമിനോ ആസിഡ് സീക്വൻസിംഗും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതും ശരിയായിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെ തെറ്റേതാണ്? ഓപ്ഷൻ ബി ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി അല്ലെ. റോങ്ലി മാച്ച്ഡ് അല്ലേ? ഓപ്ഷൻ ബി ഇസ് അവർ ആൻസർ. ക്ലിയർ. ഓക്കെ, ദെൻ നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. സം ഓഫ് ദ സ്റ്റെപ്സ് ഓഫ് DNA ഫിംഗർ പ്രിന്റിംഗ് ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ആണ്. DNA ഫിംഗർ പ്രിന്റിംഗിന്റെ സ്റ്റെപ്സ് അല്ലെ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആദ്യം DNA ഐസൊലേറ്റ് ചെയ്യുന്നു അല്ലെ. ഐസൊലേഷൻ ഓഫ് DNA ഇവിടെ കൊടുത്തിട്ടില്ല. ദെൻ DNA നമ്മൾ ഫ്രാഗ്മെന്റേഷൻ നടത്തുന്നു അല്ലെ, അതായത് ഡൈജഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്തായിട്ട് നമ്മൾ DNA ഫ്രാഗ്മെന്റ്സ് സെപ്പറേറ്റ് ചെയ്യുന്നു യൂസിങ് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. ഇലക്ട്രോഫോറസിസ് ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് അടുത്തത് A ആണ്. ദെൻ നമ്മൾ അതിനെ ബ്ലോട്ടിംഗ് നടത്തും അല്ലെ. നമ്മൾ ബ്ലോട്ടിംഗ് ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് നടത്തും. E ആണ് അടുത്ത സ്റ്റെപ്പ്. അടുത്തായിട്ട് നമ്മൾ VNTR പ്രോബ് ഉപയോഗിച്ചിട്ട് ഹൈബ്രിഡൈസേഷൻ നടത്തും അല്ലെ. B ആണ് അടുത്ത ആൻസർ. ഓക്കെ, ആൻഡ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഉണ്ടായിട്ടുള്ള ബാൻഡുകൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ റേഡിയോഗ്രഫി യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ. സോ ദിസ് ഈസ് ദ സീക്വൻഷ്യൽ ഓർഡർ. CAEBD ആണ് ഓർഡർ. ഓക്കെ, CAEBD, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇസ് അവർ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മാച്ച് ദ ഫോളോയിങ് ആണ്, ആൻഡ് ദിസ് വിൽ ബി അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് സെഷൻ. ഓക്കെ, VNTR അതായത് വാരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് ആണ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ DNA ഫിംഗർ പ്രിന്റിംഗ്. A is Q. Q വരുന്ന ഓപ്ഷൻസ് എല്ലാത്തൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, A is Q. Then
ഇൻട്രോൺസ് ആൻഡ് എക്സോൺസ്. ഇൻട്രോൺസ് ആർ എക്സോൺസ് നമ്മൾ സ്പ്ലിറ്റ് ജീനിലാണ് കാണുക, വിച്ച് ഇസ് സെപ്പറേറ്റഡ് യൂസിങ് സ്പ്ലൈസിംഗ് ആണ് അല്ലെ. സ്പ്ലൈസിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഇൻട്രോൺസിനെ റിമൂവ് ചെയ്തും എക്സോൺസിനെ കൂട്ടിച്ചേർക്കും അല്ലെ. സ്പ്ലൈസിംഗ് നമ്മൾ പഠിച്ചതാണ്, പ്രോസസിംഗ് ഓഫ് HNRNA. സോ ബി ഈസ് എസ് ആണ്, ബി എസ് വരുന്ന ഓപ്ഷൻ മതി നമുക്ക് അല്ലെ. സോ നമുക്ക് ഓൾറെഡി ഓപ്ഷൻ കിട്ടി കഴിഞ്ഞു, ഓപ്ഷൻ എ ആയിരിക്കാം ആൻസർ. ഓക്കെ, അങ്ങനെ നമുക്ക് ഇത്ര മാച്ച് ദ ഫോളോയിങ് വരുമ്പോൾ റോങ് ഓപ്ഷൻസ് ഒക്കെ കട്ട് ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ദെൻ ഡിസ്ട്രോഫിൻ ഇസ് ദ ലാർജസ്റ്റ് ജീൻ അല്ലെ, സി ഈസ് പി ആണ്. ദെൻ സാറ്റലൈറ്റ് DNA, ബൾക്ക് DNA. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ. സോ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്രം ദ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള നീറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്നുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട്, പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.